എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പൊ ഞാനും സേഫ് ആണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് റിക്വസ്റ്റ് ഉള്ള വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ഫുൾ ബോഡി ബ്രൈറ്റനിങ് ലോഷൻ. അതായത് അതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു നാച്ചുറൽ അല്ലെങ്കിൽ ഒരു ആയുർവേദിക് ലോഷൻ ആണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് പലതരത്തിലുള്ള ലോഷൻസ് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് അതൊരു നാച്ചുറൽ ആയിട്ടും ഒരു ആയുർവേദിക് ആയിട്ട് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ നമുക്ക് തീരുമ്പോ നമുക്ക് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. അത്രയും നല്ലതാണ്. പിന്നെ ഇതിലുള്ള ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ആ ഒരു ഫുൾ ബോഡിയിലെ ചുളിവ് മാറ്റാനും നമുക്ക് ഏജിങ്ങിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാനും അതേപോലെ നമുക്ക് ബോഡിയിൽ വരുന്ന സ്പോട്ട് അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ല അതൊക്കെ ഒന്ന് മാറാനും നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനും ടാൻ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി നമുക്ക് ഫുൾ ബോഡി ബ്രൈറ്റനിങ് ലോഷൻ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് രോഷിനി എന്നാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോണത് സ്കിൻ ബ്രൈറ്റനിങ് അതുപോലെ തന്നെ ഗ്ലോയിങ് മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഫുൾ ബോഡി ഫേസ് ഒഴിച്ചിട്ട് നമുക്ക് നെക്കിന് താഴത്തേക്ക് അപ്ലൈ ചെയ്യാനാണ് കേട്ടോ, നെക്ക് തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എള്ളെണ്ണയാണ്. എള്ളെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരുണ്ട സ്കിന്നിന് വരെ നന്നായിട്ട് ബ്രൈറ്റനിങ് ലൈറ്റനിങ് ഒക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എള്ളെണ്ണ. നമുക്കപ്പോൾ ഇത് അങ്ങാടി കടയിൽ നിന്ന് കിട്ടും. അതേപോലെ എള്ളെണ്ണ ആട്ടുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് കിട്ടും. അതേപോലെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് ഞാനിപ്പോൾ ഏകദേശം അത്യാവശ്യം ഒരു വലിയ ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിത് ചെയ്തിട്ട് നമുക്ക് ഒരു 2 മാസത്തോളമൊക്കെ 2-3 മാസത്തോളം നമുക്ക് വെക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 4 സ്പൂൺ അത്യാവശ്യം വലിയ സ്പൂൺ 4 എണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ നല്ലത് സ്കിൻ നന്നായിട്ട് തൂങ്ങുന്നതിന് അതേപോലെ നമുക്ക് റിങ്കിൾസ് വരുന്നതിനൊക്കെ എള്ളെണ്ണ നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ബദാമിൻ്റെ ഓയിലാണ്. അപ്പോൾ ബദാമിൻ്റെ ഓയിൽ നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് കടയിൽ നിന്നും അതേപോലെ ആയുർവേദ മരുന്ന് കടയിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടും. ഇതിന് വന്നിട്ട് 100 രൂപയാണ് കേട്ടോ ഈ ഒരു ബോട്ടിലിന്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആവാനും അതേപോലെ ആക്നേസ് ഉണ്ടെങ്കിൽ മാറാനും ആക്നേസും അതേപോലെ പിമ്പിൾ മാർക്സും അതുപോലെ തന്നെ സ്കിൻ ബോഡിയിലൊക്കെ നമുക്ക് മാർക്ക് ഉണ്ടെങ്കിൽ മാറാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒലീവിൻ്റെ ഓയിലാണ്. അപ്പോൾ ഇതെല്ലാതും നമ്മൾ മസ്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് കുഞ്ഞു വാവകൾക്ക് തുടങ്ങിയിട്ട് ഉപയോഗിക്കാം. ഒരു 2-3 വയസ്സ് തുടങ്ങിയിട്ട് ഉപയോഗിക്കാം കേട്ടോ, വാവകൾക്ക് തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഒലീവ് ഓയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഒലീവ് ഓയിൽ നമുക്കറിയാം അത്രയും നല്ലതാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതും റിങ്കിൾസിനെ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. പിന്നെ നമുക്ക് വേണ്ടത് വേപ്പെണ്ണയാണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. ഞാനിത് ഇടയ്ക്ക് സിറമായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് മുന്നേ തന്നെ പറയാറുണ്ട്, എൻ്റെ നൈറ്റ് സ്കിൻ കെയറിൽ ഞാൻ സിറമായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ വേപ്പെണ്ണ നമുക്കൊരു 1/4 സ്പൂൺ മതി കേട്ടോ. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആക്നെസ് അതേപോലെ എന്തെങ്കിലും കുറേ കാലങ്ങളായിട്ട് മാറാതെ കിടക്കുന്ന പാടുകൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിലാണ്. അപ്പോൾ എസെൻഷ്യൽ ഓയിൽ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. കാരണം വേപ്പെണ്ണ ആഡ് ചെയ്യുമ്പോൾ നമ്മളൊരു 1/4 സ്പൂൺ ആഡ് ചെയ്തുള്ളൂ എങ്കിലും നമുക്കൊരു സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്മെല്ല് മാറാനായിട്ട് നമുക്ക് ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ, ഫെന്നൽ എസെൻഷ്യൽ ഓയിൽ, അതേപോലെ നമുക്ക് ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ, അതേപോലെ ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ, അതേപോലെ അത്യാവശ്യം നല്ല സ്മെല്ലുള്ള അതുപോലെ ലെമൺ എസെൻഷ്യൽ ഓയിൽ, ഇതൊക്കെ നമുക്ക് എടുക്കാം. സ്മെല്ല് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്ന എസെൻഷ്യൽ ഓയിൽസ് എടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ഇതൊരു ക്രീം കൺസിസ്റ്റൻസി ആവാനാണ് നമുക്കൊരു ബേസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 3 സ്പൂൺ അലോവേര ജെല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു അളവിലേക്ക്. എന്നാലാണ് നമുക്ക് ഇത്രയും നമ്മൾ ഓയിൽ എടുത്തത് കൊണ്ട് 3 സ്പൂൺ അലോവേര ജെല്ല് ഇട്ടിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഒരു ക്രീം കൺസിസ്റ്റൻസി വരിക. ഏകദേശം ഞാനൊരു അരമണിക്കൂർ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അരമണിക്കൂർ തന്നെ ഇരുന്നിട്ട് മിക്സ് ചെയ്തു. എന്നാലാണ് നമുക്കത് ആ ഒരു തിക്ക് ഫോമിലേക്ക് മാറുള്ളൂ. വേണമെങ്കിൽ നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു തിക്ക് ക്രീം ഫോം ആവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലൊരു ക്രീം ഫോമിലേക്ക് വരും. പിന്നെ ഇത് ഇരിക്കുന്നതോറും നല്ല ക്രീമായി മാറും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം. ഇത് ഏകദേശം നമുക്കൊരു 3 മാസത്തോളം ഇരിക്കും. അപ്പോൾ ഞാനിതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വലിയ ബോട്ടിൽ അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമുക്കിതൊരു 2-3 ഡ്രോപ്സ് മതി. പിന്നെ നമുക്കൊരു 2.5 വയസ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും, അതായത് ആൺകുഞ്ഞുങ്ങൾക്കും പെൺകുഞ്ഞുങ്ങൾക്കും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഒരു ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ തൽക്കാലം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചില്ല് ബോട്ടിൽ വെക്കുന്ന നല്ലത്. അപ്പോൾ ചില്ല് ബോട്ടിൽ കുറച്ച് വലുത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു വയ്ക്കുക. എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ചിലപ്പോൾ നമുക്ക് എണ്ണയും കുറച്ച് കാര്യങ്ങളും വെവ്വേറെയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് എടുക്കുമ്പോൾ
നന്നായിട്ട് ഷേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഞാനൊരു ബോട്ടിലേക്ക് മാറ്റി. അപ്പോൾ നമ്മുടെ ക്രീമിൻ്റെ കളർ ശരിക്കും നമുക്കൊരു ക്രീം ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ട് മോയ്സ്ചറൈസ് ആവും. അതേപോലെ നമുക്ക് ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും. നമുക്ക് ആ ഒരു പെട്ടെന്ന് നമുക്ക് നല്ലോണം ബ്രൈറ്റനിങ് കിട്ടും. നമ്മുടെ ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാം. കുളി കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും നമ്മുടെ എന്താ പറയുക ബാത്റൂമിൽ ഇത് വെക്കുക. അപ്പോൾ കുളി കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മ വരും നമുക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ആ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം നേരെ ഈ ഒരു ലോഷൻ ഒരു 2-3 ഡ്രോപ്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ ഒരു കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മോയ്സ്ചറൈസിങ് ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മോയ്സ്ചറൈസ് ആവും. നമുക്ക് റിങ്കിൾസ് ഒന്നും വരാതിരിക്കാനും അതേപോലെ ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാനും നല്ലോണം മോയ്സ്ചറൈസ് ആയിട്ട് നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്നിന് കൊടുക്കേണ്ടത് മോയ്സ്ചറൈസിങ് ആണ്. മോയ്സ്ചറൈസിങ് കൊടുത്താൽ തന്നെ നമ്മുടെ കുറേ കാര്യങ്ങൾ നമുക്ക് സ്കിന്നിലത്തെ പ്രശ്നങ്ങൾ മാറും. റിങ്കിൾസ് അതേപോലെ ചുളിവ് അതുപോലെ തന്നെ എന്താ പറയുക ഡോട്ടുകൾ ബ്ലാക്ക് മാർക്സ് ഒക്കെ നന്നായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് ആ ഒരു എന്താ പറയുക നല്ല റിച്ച് ലെവൽ മോയ്സ്ചറൈസിങ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ നല്ല ഗ്ലോയിങ് ഉണ്ടാവും. അതേപോലെ സ്കിന്നാണെങ്കിലും ബോഡി ഫേസ് ആണെങ്കിലും നമ്മളെപ്പോഴും നന്നായിട്ട് മോയ്സ്ചറൈസിങ് ആക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്രഷ് യങ് ലുക്ക് നമുക്ക് കിട്ടുക. അപ്പോൾ എള്ളെണ്ണ ഒത്തിരി നല്ലതാട്ടോ. നമുക്ക് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ കുറേ പേർക്ക് ഇത് ഫേസിൽ ഇടുമ്പോൾ പിമ്പിൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ബോഡിയിലേക്ക് പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് കണ്ടില്ലേ നല്ല മോയ്സ്ചറൈസിങ് ആണ്. ചെയ്യാത്ത ഭാഗത്തിനേക്കാളും ചെയ്ത ഭാഗത്ത് നല്ല രീതിയിൽ മോയ്സ്ചറൈസിങ് ആവും. ഇത് നമുക്ക് നന്നായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ അടുത്ത കയ്യിലും കൂടി അപ്ലൈ ചെയ്യാം. നല്ല രീതിക്ക് നമുക്ക് ആ ഒരു മൊരിച്ചിലൊക്കെ മാറ്റി നമുക്ക് കൈമയും കാലുമൊക്കെ നമുക്ക് രാത്രി തേച്ച് കിടന്നുറങ്ങാം. നല്ലൊരു കുട്ടികൾക്കും തേപ്പിക്കാം. കുളി കഴിഞ്ഞാൽ ജസ്റ്റ് 2-3 ഡ്രോപ്പ് എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്കും തേച്ച് കൊടുക്കാം കൈമയും കാലുമൊക്കെ. പിന്നെ മൂത്ത് തേക്കരുത് കേട്ടോ. ഞാനത് ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല മൂത്ത് തേക്കാനായിട്ട്. കാരണം മിക്കവരും പിമ്പിൾസ് വരുന്നവരൊക്കെയാണ് പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് കട്ട ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ മൂത്ത് തേക്കാൻ കുഴപ്പമില്ല. അപ്പോൾ 2 കൈയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 കൈയും നന്നായിട്ട് മോയ്സ്ചറൈസ് ആവും. അതേപോലെ റിങ്കിൾസിനൊക്കെ നന്നായിട്ട് മാറ്റം വരും. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. 1 മാസത്തിന് ശേഷം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അപ്ഡേറ്റ് എന്നൊന്ന് പറയൂ കേട്ടോ മറക്കാതെ. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല അടിപൊളി സ്കിൻ ബ്രൈറ്റനിങ് ആയുർവേദിക് നാച്ചുറൽ ലോഷനാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ലോഷൻ വന്നിട്ട് ഇതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ കുറച്ചധികം തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിലും കുറച്ചുകൂടി കൂടുതൽ തയ്യാറാക്കാമെന്ന് വിചാരിച്ച, പക്ഷെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു അളവ് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു അളവിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് ഞാനിപ്പോൾ കുളിക്കുമ്പോൾ അപ്ലൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ എന്നല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത്. പക്ഷെ എനിക്കിപ്പോഴും ടൈം കിട്ടാറില്ല എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇപ്പൊ കുറച്ചൊന്ന് എന്റെ ബോഡിയിൽ അവിടെയൊക്കെ ചെറിയ ഒരു റിങ്കിൾസ് ഒക്കെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും ഉണ്ടാക്കി ശരിയാവുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളായിട്ട് കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അതേപോലെ വെയിലൊക്കെ കൊള്ളുന്നുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് ആണ്. നമ്മൾ കുളി കഴിഞ്ഞാൽ 2-3 ഡ്രോപ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിലേക്ക് സ്മെല്ലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയാ നീമിന്റെ ഓയിൽ, അതായത് വേപ്പെണ്ണ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നമാണ്, കുറച്ച് സ്മെല്ല് ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. നമുക്കിങ്ങനെ ബോഡി ആക്നെസും ബാക്കിൽ അതായത് പുറത്തൊക്കെ നമുക്കിങ്ങനെ കുരു ഉണ്ടാവില്ല, ഇതൊക്കെ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് തുടങ്ങിയിട്ട് ഉപയോഗിക്കാം. ഒരു 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തുടങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലോഷനാണ്. ഇതൊരു ആയുർവേദ ലോഷനാണ്. കാരണം ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നാച്ചുറൽ ആണ്, ആയുർവേദിക് ആണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ കുളി കഴിഞ്ഞിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മൾ കുളി കഴിഞ്ഞ് വരിക ആ ഒരു ചെറിയൊരു നനവുണ്ടല്ലോ, ആ നനവിൽ തന്നെ 2-3 ഡ്രോപ്സ് എടുത്ത് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് പുറകിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ലൈവായിട്ടൊന്ന് കാണിക്കാം. നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഈ ഒരു ലോഷൻ ഈ ഒരു കളറിലായിരിക്കും ഉണ്ടാവുക. നമ്മളെപ്പോഴും ഷെയ്ക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ. പിന്നെ ഇതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയന്റ് നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പൊ ഇതാ ഇതുപോലെ 1, 2, 3 ഒരു 4 ഡ്രോപ്സോളം എടുക്കുക. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാകണ്ട ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക, കയ്യിലുണ്ടാവും. അതിനുശേഷം നമുക്ക് കൈമ നന്നായിട്ട് ഇങ്ങനെ, ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നുള്ളൂ, നമുക്ക് നമ്മുടെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാ ഇതുപോലെ ഇങ്ങനെ തേച്ച് ബാക്കിലേക്ക് ഇങ്ങനെ, നമുക്ക് എപ്പോഴും ബാക്കിലേക്ക് മസാജ് ചെയ്യാം കേട്ടോ. വിരലിനെയും നമ്മുടെ കൈമയും കാലിന്മയും ബോഡിയിലൊക്കെ. അപ്പൊ കുളി കഴിഞ്ഞ വശം ഒരു 2-3 ഡ്രോപ്സ്. ഇപ്പൊ നല്ല സ്മെല്ലുണ്ട്, കാരണം സാൻഡൽവുഡ് എസെൻഷ്യൽ ഓയിൽ ചേർത്തത് കൊണ്ട്. കാരണം നമുക്ക് ആ നീമിന്റെ സ്മെല്ലൊന്നും വരില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഓറഞ്ച് എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ലാവൻഡർ, നല്ല സ്മെല്ലുള്ള എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ, അതുപോലെ ഫെന്നൽ എസെൻഷ്യൽ ഓയിൽ, അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കാം. അപ്പൊ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും, നമ്മുടെ ബോഡി ഫുള്ളായിട്ട് സ്മെല്ല് നിൽക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നീമിന്റെ ആ സംഭവം ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ അത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് കേട്ടോ. അപ്പൊ ഇതാ കണ്ടില്ലേ, നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ടാണ് ഇരിക്കുക നമ്മുടെ കൈകളും കാലുകളും ഒക്കെ.
ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഫുൾ ബോഡിയിൽ ചെയ്യാം കേട്ടോ. അപ്പൊ വളരെ നല്ലതാണ്. കുളി കഴിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഓയിൽ ഇട്ട് കുളിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഓയിൽ ഇടുമ്പോൾ നമ്മുടെ സ്കിൻ നല്ലൊരു മോയ്സ്ചറൈസിംഗ് ആയിട്ട് ഇരിക്കെങ്കിലും നമ്മളെപ്പോഴും നല്ലൊരു മോയ്സ്ചറൈസിംഗ് ലോഷൻ അപ്ലൈ ചെയ്യുന്നത് നല്ലതാ. കാരണം നമുക്ക് ആ ഒരു ഏജിങ് വരുമ്പോൾ പെട്ടെന്ന് ആദ്യത്തെ സൈൻ നമുക്ക് റിങ്കിൾസ് ആണല്ലോ. അപ്പൊ ആ ഒരു റിങ്കിൾസ് നമ്മുടെ ബോഡിയിൽ പ്രത്യേകിച്ച് ഈ കഴുത്തിന്റെ ഇവിടെ ഇങ്ങനെ ലൈൻസ് വരിക, അതേപോലെ കൈമീൻ പെട്ടെന്ന് ചുളിവ് വരിക. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മള് കുളി കഴിയുമ്പോൾ 2 നേരം വേണമെങ്കിൽ 2 നേരം ചെയ്യാം. നല്ല മോയ്സ്ചറൈസിംഗ് ആണ്. നന്നായിട്ട് ഇങ്ങനെ മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. കണ്ടില്ല, ആ ഒരു സ്കിൻ അത്രയും ഗ്ലോയിങ്ങും മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വരെ കുളി കഴിയുമ്പോൾ ഒരു 2-3 ഡ്രോപ്സ് ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിലും കൂടി ചേർക്കാം. പക്ഷെ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ പ്രഷ്യസ് ആണ്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പൊ അത് നമ്മൾ പരമാവധി ഒഴിവാക്കാതെ ചെയ്യുക. പിന്നെ ഫേസിൽ ഇടരുത് കേട്ടോ. കാരണം ഞാനിത് ഫേസിലേക്ക് പറഞ്ഞിട്ടില്ല. കാരണം കുറെ പേർക്ക് പിമ്പിൾസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നവരാണ്. അപ്പൊ നമുക്ക് ഇതാ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാനാണ് കേട്ടോ. ഫേസിൽ ഇത് ഇടണ്ട. കാരണം മിക്കവർക്കും പിമ്പിൾ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും നമ്മുടെ സ്കിൻ കെയർ ഓയിലുകൾ നിങ്ങൾ ഇടുന്നുണ്ടാവില്ല. അപ്പൊ അതന്നെ മതി. ഇത് ഫേസിലേക്ക് വേണ്ട. ഫേസിലേക്ക് ഇനിയിപ്പോ ഏതെങ്കിലും നിങ്ങൾക്ക് ലോഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ കുറെ പേർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ, ഫേസിലേക്ക് നമുക്ക് ആ ഒരു പിമ്പിളും കാര്യങ്ങളൊന്നും വരാതെ മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇനി സെപ്പറേറ്റ് ലോഷൻ വേണമെങ്കിൽ ഞാൻ ഏകദേശം എപ്പോഴും കുറെ കാലമായിട്ട് ചെയ്യുന്നത് നമ്മുടെ കടുകെണ്ണ പ്ലസ് അലോവേര പ്ലസ് തേനാണ്. അതെനിക്ക് ബെസ്റ്റ് ആണ്. എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ലോഷൻ പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിൽ പിമ്പിൾസും അങ്ങനെയുള്ളവർക്കൊക്കെ സെപ്പറേറ്റ് ലോഷൻ വേണമെങ്കിൽ പറയൂട്ടോ. അപ്പൊ ഞാൻ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത്രയും നല്ലൊരു ബെനിഫിറ്റ് ഉള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തുടങ്ങി തേച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. കുറെ പേര് ചോദിക്കാറില്ലേ. പിന്നെ നമുക്ക് ഈ ഒരു മൊരുമൊരുപ്പുള്ള കൈയും കാലൊക്കെ ഉണ്ടല്ലോ, വളരെ ഡ്രൈ ആയിട്ട് പരിക്കനായിട്ടിരിക്കുന്ന അവർക്കൊക്കെ വളരെ നല്ലതാട്ടോ. അപ്പൊ നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. നല്ല സോഫ്റ്റ് ആവും കൈയും കാലൊക്കെ കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ടാനും കാര്യങ്ങളൊക്കെ ഇല്ലേ, നല്ലോണം ടാൻ വരിക, പുറത്തേക്ക് പോകുമ്പോൾ വെയിലുള്ള അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലത്. എള്ളെണ്ണ ഒത്തിരി നല്ലതാട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്കൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.